താമസിച്ച ഹോട്ടൽ ഹയാത്ത് പ്ലേസിൻ്റെ ബെഡ്റൂമാണ് ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ റൂമായിരുന്നു ഇത്. നമ്മൾ ഈ ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ റൂമിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് അയൺ ബോക്സ് അയൺ ചെയ്യാൻ ഞാൻ വിഷമിച്ച് വന്നതാണ്, അയ്യോ ഹെയർ ഡ്രയർ ഇല്ലല്ലോ എന്ന്. അപ്പോൾ അതുൾപ്പെടെ ഡ്രൈയിൽ എല്ലാ ഫെസിലിറ്റീസും ഹോട്ടലിൽ നമുക്ക് എന്തൊക്കെ വേണം അതെല്ലാം, TV എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ട ബ്രഷ് നമ്മളൊന്നും കൊണ്ടുവരണ്ട, അതേപോലെ മീൻസ് ഉള്ളത് നമ്മുടെ ഡ്രസ്സ് മാത്രം, നമ്മുടെ ഡ്രസ്സ്, നമുക്ക് വേണ്ട പൈസ, പിന്നെ നമ്മുടേതായ ഉള്ള കാര്യങ്ങൾ കൊണ്ട് ബാക്കി നമുക്ക് ചെറിയ ഐറ്റംസിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് എല്ലാം. നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും സുഖം ഉറക്കം. ഒരാൾ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് പപ്പ കാണാതെ മൊബൈൽ കാണും. പപ്പ കണ്ടാൽ വഴക്ക് കൊടുക്കും, അതുകൊണ്ട് പപ്പ ഉറങ്ങുന്ന നേരത്ത് മൊബൈൽ കാണും. അങ്ങനെ അടിപൊളിയാണ് ഇവിടുത്തെ സെറ്റിങ്സൊക്കെ. കണ്ടില്ലേ, ഹയാത്ത് നമ്മുടെ ദുബായിലെ ഏറ്റവും ഫേമസ് ഹോട്ടലാണ് ഹയാത്തിൻ്റെ ഇഷ്ടം പോലെ എവിടെ നോക്കിയാലും ഹയാത്താണ്. ഇവിടുത്തെ നമുക്ക് ടോയ്ലറ്റാണ്. ടോയ്ലറ്റിൽ കണ്ടില്ലേ നല്ല സൂപ്പർ. നമ്മൾ ഗ്ലാസ് തുറന്നു കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് നല്ല ടോയ്ലറ്റാണ്. എന്നിട്ട് നമുക്ക് വേണ്ട ടവലൊക്കെ അതിനകത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുളിക്കാൻ എടുക്കേണ്ട ടവലുകൾ, പിന്നെ നമുക്ക് ഏതൊക്കെ തരം ക്രീമുകൾ വേണം, നമുക്ക് ഏതൊക്കെയാണ്, ഷാമ്പു വേണമെങ്കിൽ ഷാമ്പു ഉണ്ട്, എല്ലാം ജെല്ല് വേണമെങ്കിൽ ജെല്ലുണ്ട്, തലയിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് എന്തൊക്കെ ആയിട്ട് നമുക്ക് വേണ്ട ബോഡി ലോഷൻ, നമുക്ക് വേണ്ട ബ്രഷ്, ടിഷ്യൂസ്, നമുക്ക് വേണ്ട ടവലുകളെല്ലാം ഏതൊക്കെ തരം ടവല് വേണമെങ്കിലും നമുക്ക് ടവലുകളെല്ലാം ഇതിനകത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല. പിന്നെ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് റൂമിൽ ഇരിക്കുന്ന ആളെ ഫോൺ ചെയ്യണമെങ്കിൽ ഇരുന്ന് നമുക്ക് ടോയ്ലറ്റിൽ ഇരുന്ന് ഫോൺ ചെയ്യാം. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അടിപൊളിയാണ്. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ കൊണ്ടുതരും. ഞങ്ങളിവിടുന്ന് ഷാർജയിൽ പോകാൻ പോയി. അപ്പോൾ അതുകൊണ്ട് ലഗേജൊക്കെ ഒരുവിധം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലഗേജൊക്കെ ഒരുവിധം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എപ്പോഴും നമുക്ക് ലഞ്ച് കഴിയുമ്പോൾ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് തരും. കണ്ടില്ലേ, ലഞ്ച് കഴിയുമ്പോൾ ഒരാൾക്ക് തരുന്ന ഫ്രൂട്ട്സാണ്. പിന്നെ അതേപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാലും നമുക്ക് തരും. പിന്നെ ഇന്ന് ഞങ്ങൾ സദ്യ ഓർഡർ ചെയ്ത്, പക്ഷേ ഒരു സദ്യ തന്നെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചപ്പോൾ ഇഷ്ടം പോലെ. പിന്നെ ആ സദ്യയിലുള്ള എല്ലാ കറികളും കണ്ടില്ലേ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കെയാണ്. പിന്നെ ഇത് ഫിഷ് കറി, സാമ്പാർ എല്ലാം. ഇതാണ് അതിനകത്ത് ചോറിൻ്റെ പാക്ക്. അതിനകത്ത് ഇങ്ങനെ നമ്മൾ ഒരു പാക്കറ്റ് ചോറിങ്ങനെ കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ വളരെ നീറ്റാണ് എല്ലാം. പിന്നെ നമുക്കാണെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇത് കോഫി മേക്കറാണ്. നമുക്ക് രാവിലെ എണീറ്റ് കോഫി ഉണ്ടാക്കാം. പിന്നെ കോഫി ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും നമുക്ക് തന്നിട്ടുണ്ട്, കണ്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജുണ്ട്, ചെറിയ സ്മോൾ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിലും നമുക്ക് ഇടയ്ക്കൊക്കെ വെജിറ്റബിൾസൊക്കെ കഴിക്കണമെങ്കിൽ പാക്ക് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ട് ഇഷ്ടമുള്ളപ്പം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാനുള്ള സ്വീറ്റ്സ് വേണമെങ്കിൽ അതുമുണ്ട്. പിന്നെ നല്ലൊരു ഫാമിലി വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റിയ അടിപൊളി സെറ്റപ്പാണ്. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്യുമ്പം നമ്മൾ ശരിക്കും നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ റംസാൻ ഈദൊക്കെ വരുമ്പം ആ സമയത്ത് ബുക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഒത്തിരി പൈസ കുറഞ്ഞ് കിട്ടും. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാരെല്ലാം വിദേശ രാജ്യങ്ങളിൽ ടൂറ് പോകും. ആ സമയം അവിടെ ഉള്ളവർ ഇങ്ങോട്ടും വരും. അപ്പോൾ റേറ്റ് അതുകൊണ്ടായിരിക്കാം കുറവ്. അപ്പോൾ ഈ പ്രാവശ്യം 150 ദിർഹം ആണ് ഒരു ദിവസത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് അടിപൊളി സൂപ്പർ സെറ്റപ്പ്.